ദൈവം മനുഷ്യനായ ആളാണ് യേശു. ആ യേശുവിൻ്റെ രഹസ്യത്തിലേക്കുള്ള ഉൾച്ചേരലാണ് മാമോദീസ. എന്താണ് യേശുവിൻ്റെ രഹസ്യം? യേശു ജനിച്ചത് എങ്ങനെയാണ്? സത്യവേദമായ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനാൽ കന്യകയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീണു യേശു എന്നാണ്. കന്യകയായ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ജനിച്ചു. അങ്ങനെ ജനിക്കുന്നത് ശാസ്ത്രത്തിന് വിരുദ്ധമാണോ കന്യകയുടെ ഗർഭധാരണം? തീർച്ചയായിട്ടുമല്ല. ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യനെ നോക്കുക, അവന് മാനുഷിക പിതാവുണ്ടോ? ഇല്ല. മാനുഷിക പിതാവില്ലാതെ ആദ്യത്തെ മനുഷ്യൻ ജനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മാനുഷിക പിതാവില്ലാതെ അവസാനത്തെ മനുഷ്യനും ജനിച്ചുകൂടെ? അതിലെന്തെങ്കിലും അശാസ്ത്രീയതയുണ്ടോ? ശാസ്ത്രത്തിന് വിരുദ്ധമായതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ കന്യകയുടെ ഗർഭധാരണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ടും സത്യമാകാം. ഏതായാലും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിക്കാനുള്ള ശക്തി കൊണ്ട്, ആ ശക്തിയാൽ കന്യകയുടെ ഗർഭപാത്രത്തിൽ യേശു ജനിച്ചു. അവൻ്റെ രഹസ്യം ഇതാണ്, ജനനത്തിൻ്റെ രഹസ്യം ഇതാണ്. ആത്മാവിൻ്റെ മനുഷ്യനായി അവൻ ജനിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രഹസ്യത്തിലേക്കുള്ള ഉൾച്ചേരലാണ് മാമോദീസ. അപ്പോൾ നോക്കുക, എന്താണ് മാമോദീസയിൽ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു പിറന്നു വീഴുന്നതാണ് മാമോദീസ. കന്യകയായ സഭയുടെ ഗർഭപാത്രം, പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് കന്യകയായ സഭയുടെ ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് പിറന്നു വീഴുന്ന രണ്ടാം ജന്മം, പുനർജന്മമാണ് വാസ്തവത്തിൽ മാമോദീസ. ഹൈന്ദവർ, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ മരിച്ചതിന് ശേഷം പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാവരും അല്ല, ചിലരൊക്കെ. ക്രിസ്ത്യാനികളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് മരിച്ചതിന് ശേഷമുള്ളതല്ല, ഒരു വീണ്ടും ജനനം. അത് സംഭവിക്കുന്നത് മാമോദീസയിലാണ്. വാസ്തവത്തിൽ വീണ്ടും ജനനം എന്നല്ല പറയേണ്ടത്. നിക്കോദെമസ് എന്ന് പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദരുടെ സുപ്രീം കോടതിയിലെ 72 ജഡ്ജിമാരിൽ ഒരാളായിരുന്നു നിക്കോദെമസ്. അദ്ദേഹം ഒരു രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അദ്ദേഹത്തോട് പറഞ്ഞു, യു വിൽ നോട്ട് സീ ദ കിങ്ഡം അൺലെസ് യു ആർ ബോൺ അനോഥൻ. അനോഥൻ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കല്ല, ഗ്രീക്ക് വാക്കാണ്. ഞാനത് മനഃപൂർവ്വമാണ് ഉപയോഗിച്ചത്. യു ഹാവ് ടു ബി ബോൺ അനോഥൻ. അനോഥൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. എഗെയിൻ എന്ന അർത്ഥമുണ്ട്, എബവ് എന്ന അർത്ഥമുണ്ട്. നിക്കോദെമസ് ആദ്യം മനസ്സിലാക്കിയത് എഗെയിൻ എന്ന അർത്ഥത്തിലാണ്, വീണ്ടും ജനിക്കുക. അപ്പോൾ അദ്ദേഹം യേശുവിനോട് ചോദിച്ചു, പ്രായമായ മനുഷ്യന് എങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും? അവൻ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ? യേശു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എബവ് എന്ന അർത്ഥത്തിലാണ്. അനോഥൻ എന്ന വാക്കിന് എബവ് എന്ന അർത്ഥമുണ്ട്, ഉന്നതം. ഉന്നതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ളൊരു പര്യായ പദമാണ് ബൈബിളിൽ. നീ ഉന്നതത്തിൽ നിന്ന്, മുകളിൽ നിന്ന് ജനിക്കണം. മുകളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിന്ന് നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ഉന്നതത്തിൽ നിന്ന്, മുകളിൽ നിന്ന് ജനിക്കുന്ന ആ ജനനമാണ് മാമോദീസ. അത് വീണ്ടും ജനനമല്ല, വാസ്തവത്തിൽ മുകളിൽ നിന്നുള്ള ജനനമാണ്. നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികൾ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, വീണ്ടും ജനിക്കുന്ന ക്രിസ്ത്യാനികൾ. അവർ നിക്കോദെമസ് മനസ്സിലാക്കിയ പോലെയാണ് മനസ്സിലാക്കണേ, തെറ്റിദ്ധരിക്കുകയാണ് യേശുവിനെ. യേശു അവനെ തിരുത്തിയിരുന്നു, നിക്കോദെമസിനെ തിരുത്തിയിരുന്നു. വീണ്ടും ജനനമല്ല, മുകളിൽ നിന്നുള്ള ജനനമാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് ജനനമാണ്. അത് യേശുവിൽ നിന്നുള്ള ജനനമാണ്. അത് സംഭവിക്കുന്നതാണ് ഈ മാമോദീസായിൽ.